ഒരു മുറി രണ്ടു ഭാഗവും അകത്തു നിന്നും പൂട്ടിയത്. എന്നാൽ അകത്തൊരു കൊലപാതകം നടന്നു, ഒരു അടയാളം പോലുമില്ലാതെ. ഭിത്തിയിൽ ഒരു സന്ദേശം മാത്രം. ഇത് കൊലയാളിയുടെ ഒരു വെല്ലുവിളിയല്ലേ? കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ ഓഡിയോ ആവിഷ്കാരം 36-ാം ഭാഗം. സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവനും കേൾക്കാൻ നോക്കണേ. ജീവൻ മുറിക്കുള്ളിലാകെ ഒന്ന് കണ്ണോടിച്ചു. സമാനമായി നടന്ന കൊലപാതകങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഒരു പിടിവലിയോ ബലപ്രയോഗമോ ഉണ്ടായതിൻ്റെ ഒരു ലക്ഷണവും അവിടെ കാണാനില്ല. ചെറിയൊരു സാധനം പോലും തട്ടിമറിഞ്ഞിട്ടില്ല. പിന്നെ ചിതറിക്കിടക്കുന്നത് മേശപ്പുറത്ത് കുറച്ച് ചീട്ടുകൾ മാത്രമാണ്. അത് കളി കഴിഞ്ഞ് അടുക്കി വയ്ക്കാത്തതായിരിക്കും. മേശയുടെ അടുത്തു നിന്നും അധികം അകലെയല്ലാതെ മുറിയിലാകെ 4 കസേരകൾ ഇട്ടിരിക്കുന്നതായി കാണുന്നുണ്ട്. പക്ഷേ മേശയോട് ചേർന്ന് ഒരു കസേര മാത്രമേ ഉള്ളൂ. ബാക്കി 3 എണ്ണവും കുറച്ച് അകലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. അതെന്തിനായിരിക്കാം? അത് സാറ് തന്നെ ചെയ്തതായിരിക്കുമോ? ഹമീദ് സാറിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കസേര ഇട്ടുവയ്ക്കാൻ സാധ്യതയില്ല. ആ ഒരു കസേരയുടെ മുന്നിലേക്ക് തന്നെയാണ് തല തൂക്കിയിട്ടതുപോലെ സാറിൻ്റെ ശരീരം കമിഴ്ന്ന് കിടക്കുന്നത്. ശരീരം സാധാരണഗതിയിൽ താഴേക്ക് വീണതായിരുന്നെങ്കിൽ അത് കസേരയുടെ തൊട്ട് അടിയിൽ തന്നെയാണ് വീഴേണ്ടത്. എന്നാൽ ഇതവിടെ അല്ലല്ലോ കാണുന്നത്. അതുകൊണ്ട് കസേരയിൽ വെച്ച് തന്നെ കഴുത്തിന് വെട്ട് കിട്ടിയതായിരിക്കും. അതിനുശേഷം മരണവെപ്രാളത്തിനിടയിൽ താഴേക്ക് വീണതാണെന്ന് കണക്ക് കൂട്ടാം. അടയാളത്തിനായി അധികമൊന്നും തിരയേണ്ടി വന്നില്ല. ചെയ്തത് ഞാൻ തന്നെ എന്ന് വിളിച്ചു പറയും പോലെ മുറിയുടെ ഏറ്റവും പുറത്തെ മൂലയിലായി ഭിത്തിയിൽ തന്നെ 5-ൽ 1 എന്നെഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ യാതൊന്നും സംശയിക്കാനില്ല. ഈ കൊലപാതകത്തിന് പിന്നിലും അതേ ആൾ തന്നെ. ശാരീരികമായി അതിശക്തനും ആയോധന കലകളിലെല്ലാം വിദഗ്ധനുമാണല്ലോ ഹമീദ് സാർ. അങ്ങനെ ഒരാളെ ബലപ്രയോഗത്തിലൂടെ പരാജയപ്പെടുത്തി കൊന്നുകളയാൻ എളുപ്പമല്ല. തീർച്ചയായും തന്ത്രപരമായ ഒരു കൊലപാതകമായിരിക്കും അയാൾ നടത്തിയിട്ടുണ്ടാവുക. കള്ളനെ പോലെ പിന്നിലൂടെ പതുങ്ങി വന്ന് വെട്ടിയിട്ട് പോവുക എന്ന തന്ത്രമായിരിക്കില്ലേ ഇവിടെയും സ്വീകരിച്ചത്? അതുപോലെ തന്നെ കൊലപാതകി എതിലേ കൂടിയാണ് അകത്ത് പ്രവേശിച്ചത് എന്നത് ഒരു പ്രധാന സംശയമാണ്. മുൻവാതിൽ അടച്ച് അകത്തുനിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. പിൻവാതിലും അകത്തുനിന്നും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ കൊലയാളി എങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകും? ഒരു മാർഗമുണ്ടാകുമെന്ന കാര്യം തീർച്ച. അല്ലെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം വാതിൽ അകത്തുനിന്നും കുറ്റിയിടാവുന്ന തരം എന്തെങ്കിലും പ്രയോഗങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പോലീസിനെ വട്ടം ചുറ്റിക്കാൻ ചില കള്ളന്മാർ അത്തരം പ്രയോഗങ്ങൾ ചെയ്യാറുണ്ടല്ലോ. മുറിയിൽ വിശദമായി ഒന്നുകൂടി നോക്കിയതിന് ശേഷം അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയ ജീവൻ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടാണ് തറയിലൂടെ നടന്നു നീങ്ങിയത്. കൊലയാളിയെപ്പറ്റി എന്തെങ്കിലും സൂചനകൾ എവിടെ നിന്നെങ്കിലും ലഭിക്കാതിരിക്കുമോ? ചോര വീണതിൻ്റെ ഒരു പാടുപോലും എവിടെയും ഇല്ല. എന്നാൽ നേരിയ തോതിൽ ചെളി പുരണ്ട അടയാളം മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾക്ക് അടുത്തുവരെ നീങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്റ്റെപ്പിൽ അടയാളങ്ങൾ കാണുന്നില്ല താനും. അതിനെ പിന്തുടർന്നുകൊണ്ട് നടന്നു നീങ്ങിയ ജീവനോടൊപ്പം ജോസ് മാത്യുവും കൂടി സ്റ്റെപ്പ് കയറി. അവർ ചെന്നെത്തിയത് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിൽ നിന്നും പുറത്തേക്കുള്ള വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. കൊലയാളി കടന്നു വരാൻ സർവ്വസാധ്യതയുമുള്ളത് ഈ വഴി തന്നെയാണ്. അവിടെ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ അതിനടിയിലായി തന്നെ ഒരു ഏണി ചായ്ച്ചിട്ടിരിക്കുന്നത് കണ്ടു.
എന്തായിരിക്കും കൊലയാളി ചെയ്തിട്ടുണ്ടാവുക എന്നതിൻ്റെ ഒരു ഏകദേശ രൂപം അപ്പോൾ തന്നെ അവർക്ക് കിട്ടി. കൊലയാളി അകത്തേക്ക് കടന്നതും പുറത്തേക്ക് പോയതും ബാൽക്കണിയിലെ വാതിലിലൂടെ ആയിരിക്കാം. അതൊരു സാധ്യത മാത്രമാണ്. വന്നതും തിരിച്ചുപോയതുമായ അടയാളങ്ങൾ തറയിൽ വ്യക്തമല്ല താനും. അല്ലെങ്കിൽ മുൻവാതിലിലൂടെ അകത്തു വന്നതിന് ശേഷം ബാൽക്കണിയിലൂടെ പുറത്തേക്ക് പോയതും ആകാം. അങ്ങനെയാണെങ്കിൽ അത് സാറിന് കൂടി നല്ല പരിചയമുള്ള ആളായിരിക്കും. കൊലയാളിയെ ആരെങ്കിലും വീട്ടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റുമോ? ഹമീദ് സാറിൻ്റെ കുടുംബാംഗങ്ങൾ ആരും അദ്ദേഹത്തോടൊപ്പം താമസമില്ല. അവരെല്ലാം മലപ്പുറത്തുള്ള വീട്ടിലാണ് ഉള്ളത്. വല്ലപ്പോഴും പോലും ഹമീദ് സാറിനൊപ്പം വന്ന് നിൽക്കാറുണ്ടോ എന്ന് സംശയമാണ്. 1-2 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ കിട്ടി പല സ്ഥലങ്ങളിലേക്കും പോകുന്നതുകൊണ്ട് കുട്ടികളുടെ പഠനം ബുദ്ധിമുട്ടിലാകുന്നതിനാലാണ് ഭാര്യയും കുട്ടികളും ഒപ്പം നിൽക്കാത്തത് എന്നാണ് പറഞ്ഞു കേട്ടത്. യഥാർത്ഥ കാരണം അതുതന്നെയാണോ എന്നറിയില്ല. സാറിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവർ കൂടെയുണ്ടെങ്കിൽ അത് സാറിന് തടസ്സമാണെന്ന് തോന്നിയിരിക്കാം. അതുകൊണ്ട് അങ്ങനെ നാട്ടിൽ നിർത്തിയിരിക്കുന്നതാണോ എന്ന് പോലും പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഹമീദ് സാറിന് ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാചകക്കാരനാണ് അദ്ദേഹത്തിനൊപ്പം ഉള്ളത്. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് അടച്ചു വയ്ക്കും. അതിനുശേഷം അയാൾ കുറച്ച് അകലെയുള്ള തൻ്റെ വീട്ടിലേക്ക് പോകും. അതിരാവിലെ തന്നെ വരികയും പിന്നെ പകൽ മുഴുവൻ അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അയാൾ അടുക്കളയിൽ തന്നെ നിൽക്കുന്നുണ്ട്. വന്നവരിൽ ആരൊക്കെയോ എന്തൊക്കെയോ അയാളോട് ചോദിച്ചിരുന്നു. അയാൾ പോയി കഴിഞ്ഞായിരിക്കുമല്ലോ സംഭവം നടന്നിട്ടുണ്ടാവുക. എന്നാലും കൊലയാളിക്ക് എന്തെങ്കിലും സഹായങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടോ എന്നറിയണമല്ലോ. ചിലരെങ്കിലും സഹപ്രവർത്തകൻ നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ തന്നെ അയാളോട് സംസാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ജീവൻ അങ്ങോട്ട് നടന്നു ചെല്ലുന്നത് കണ്ടപ്പോഴേ അയാൾക്ക് ആകെ ഭയം പോലെ. ഒരു കാര്യവുമില്ലാതെ കാണുന്നവരെയൊക്കെ പേടിപ്പിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. നമുക്കിപ്പോൾ കൊലപാതകിയെ കണ്ടുപിടിക്കുന്നതിനുള്ള പരിശ്രമമല്ലേ നടത്തേണ്ടത്? അതിന് ആരിൽ നിന്ന് അനുകൂലമായ വിവരം കിട്ടിയാലും അത് നല്ലത് തന്നെയാണ്. അതിനു വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എന്നാണ് ജീവൻ്റെ അഭിപ്രായം. പേടിപ്പിച്ചാൽ ചിലർ അറിയാവുന്നതുപോലും പറയില്ല. പാചകക്കാരൻ്റെ അടുത്തേക്ക് ചെന്ന് സ്നേഹപൂർവ്വം ജീവൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? പ്രഭാകരൻ എന്നാണ് സാർ. എത്ര വർഷമായി സാറിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു? 2 കൊല്ലം മുമ്പ് സാറിവിടെ വന്ന അന്ന് മുതൽ തന്നെ ഞാനുണ്ട്. അതിനു മുമ്പുണ്ടായിരുന്നവർക്കും ഭക്ഷണം പാകം ചെയ്തു കൊടുത്തിരുന്നത് ഞാൻ തന്നെയാണ്. പ്രഭാകരൻ എല്ലാ ദിവസവും വീട്ടിൽ പോകുമോ? എന്നോട് എല്ലാ ദിവസവും പൊയ്ക്കോളാനാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണം പാകം ചെയ്ത് പാത്രത്തിൽ വിളമ്പി അടച്ചു വച്ചാൽ മതി എന്ന് പറയും. ഈ അടുത്ത നാളുകളിലായി ആരെങ്കിലും സാറിനെ കാണാൻ സ്ഥിരമായി വരാറുണ്ടായിരുന്നോ? പ്രഭാകരൻ പോകുന്നതിന് മുൻപ്? സാർ ഇവിടെ വന്ന കാലം മുതൽ തന്നെ വൈകുന്നേരം ചീട്ട് കളിക്കാൻ വേണ്ടി കുറച്ച് പേർ വരുമായിരുന്നു. സാറ് നിർബന്ധിച്ച് അവരെ വിളിച്ചു കൊണ്ടുവന്ന് തുടങ്ങിയതാണ്. അവർ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഓർത്ത് നോക്കിക്കേ. സ്ഥിരമായി വരാറുള്ളതല്ലാതെ ആരെങ്കിലും ഇന്നലെയോ ഈ അടുത്ത ദിവസങ്ങളിലോ വരാറുണ്ടായിരുന്നോ? അല്പനേരത്തെ മൗനത്തിന് ശേഷം പ്രഭാകരൻ പറഞ്ഞു, ഒരാഴ്ചയായി പുതിയ ഒരാൾ വരുന്നുണ്ട്. കണ്ടാൽ നല്ല യോഗ്യനായ ആളാണ്. അധികം പ്രായമൊന്നും കാണില്ല. അത് കേട്ടതോടെ ജീവന് താല്പര്യമായി. അയാളുടെ മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ പ്രഭാകരൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അയാളുടെ ചെരുപ്പുകൾ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് സാറേ. ഒരെണ്ണം അല്പം നീളം കൂടിയതും ഒരെണ്ണം കുറഞ്ഞതുമാണ്. പുറത്ത് വെച്ചിരിക്കുന്നത് കണ്ടതാണ് കേട്ടോ. എൻ്റെ തോന്നലാണോ എന്ന് പോലും പറയാൻ കഴിയില്ല. ജീവൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. താൻ ലക്ഷ്യത്തിലോട്ടടുക്കുന്നതിൻ്റെ സന്തോഷം ജീവനിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. കണ്ട കാര്യമല്ലേ പ്രഭാകര, പിന്നെങ്ങനെയാണ് തോന്നലാവുക? പിന്നെ ഈ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ അടയ്ക്കാറില്ലേ? അതോ ഇന്നലെ ആരെങ്കിലും പറഞ്ഞിട്ട് തുറന്നിട്ടതാണോ? പ്രഭാകരന് ഒരു ഭാവവ്യത്യാസവുമില്ല. അയാൾ പിന്നെയും പറഞ്ഞു, ചിലപ്പോൾ സാറ് മുകളിൽ കയറി കസേരയിട്ടിരിക്കാറുണ്ട്. അപ്പോൾ വാതിൽ തുറന്നിടുകയും ചെയ്യും. ചിലപ്പോൾ അടച്ചിട്ട് പോരും. ചില ദിവസം മറക്കുകയും ചെയ്യും. അങ്ങനെ തുറന്നിട്ട് പോരുകയാണെങ്കിലും ഞാൻ പോകുന്നതിന് മുൻപാണെങ്കിൽ അടയ്ക്കുകയാണ് ചെയ്യുക. സാർ അവിടെ കയറി ഇരുന്നെങ്കിൽ കസേരയും അവിടെ തന്നെ കാണുകയില്ലേ? ഇതവിടെ കസേര കാണുന്നില്ലല്ലോ. കസേര സ്റ്റെയർ കേസിനടിയിലേക്ക് സാറ് തന്നെ നീക്കിയിടും. അങ്ങനെയാണെങ്കിൽ അത് ഇന്നലെ തുറന്നതായിരിക്കില്ല. ചീട്ട് കളിക്കാൻ വന്നവരാരെങ്കിലും ഇന്നലെയോ മിനിയാന്നോ മുകളിലേക്ക് പോയതായി കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. ഇനി ചായ എടുക്കാൻ അടുക്കളയിലേക്ക് കയറിയപ്പോൾ ആരെങ്കിലും പോയോ എന്ന് പറയാൻ കഴിയില്ല. കളിക്കാൻ വരാറുള്ള ബാക്കി എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിച്ചു. അവരെ എല്ലാവരെയും കണ്ട് വിശദമായി തന്നെ സംസാരിക്കണം. ആരെങ്കിലും ഒരാളുടെ കെയർ ഓഫിലായിരിക്കണമല്ലോ മിക്കവാറും പുതിയ ആൾ കളിക്കാൻ വന്നിട്ടുണ്ടാവുക. അവരുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും ആയിരിക്കാം. ഒരു പരിചയവുമില്ലാത്ത ഒരാളെ ഹമീദ് സാറിനെ പോലെ ഒരാൾ വീട്ടിൽ കയറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ആരെങ്കിലും ശുപാർശ ചെയ്തിട്ടുണ്ടാകും. അത് ആരെന്ന് കണ്ടുപിടിച്ചാൽ കൊലയാളിയിലേക്കുള്ള ദൂരം കുറഞ്ഞു കിട്ടും. കൊലയാളിയുടെ രേഖാചിത്രം വരയ്ക്കാൻ വിവരങ്ങൾ നൽകാൻ കൊച്ചുപാലയേക്കാളും ശ്രീധരനേക്കാളും കുറച്ചുകൂടി നല്ലത് പ്രഭാകരനായിരിക്കും. അയാളുടെ മുഖം ഇപ്പോഴത്തെ രൂപത്തിലും ഭാവത്തിലും കാണുന്നതാണ് അന്വേഷണത്തിന് കൂടുതൽ ഗുണകരമാവുക. രണ്ടും ഒരാൾ തന്നെയാണ് എന്ന് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ആളിൻ്റെ രൂപം ലഭിച്ചാൽ പിന്നെ കമ്പ്യൂട്ടർ സഹായം വേണ്ടിവരും. എന്നാലും അത് മുഴുവൻ കൃത്യമാകണമെന്നില്ല. വരയനെയും കൊണ്ട് പ്രഭാകരൻ്റെ അടുത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്. ജീവൻ പ്രഭാകരൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയുകയും ചെയ്തു. ഇത്രയും കേട്ട് ഭയത്തോടെ നിന്ന പ്രഭാകരൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചിട്ടാണ് ജീവൻ അവിടെ നിന്നും പോകുന്നത്. പോലീസിൽ ഇത്രയും മര്യാദയുള്ളവർ ഉണ്ടോ? അടുത്ത നീക്കം എന്തായിരിക്കും? ആരുടെ സഹായത്താലായിരിക്കും രേഖാചിത്രം വരയ്ക്കുക? ആ രേഖാചിത്രം പൂർണ്ണമായും ഗുണകരമാകുമോ? ഈ ഒളിച്ചുകളി ഇനി എത്ര നാൾ കൂടി? അടുത്ത ഭാഗങ്ങൾ മുടങ്ങാതെ കേൾക്കണേ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് പ്ലീസ്. കൊലയാളി അടുത്ത നീക്കത്തിനായി കാത്തിരിക്കുകയാണ്. ജീവനും സംഘവും പിന്നോട്ടില്ല. അടുത്ത ഭാഗത്തിൽ സത്യത്തിനടുത്തേക്ക് ഒരു പ്രധാന ചുവടുവയ്പ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അഭിപ്രായം കമൻ്റായി പറയാൻ മറക്കല്ലേ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.